ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഹോട്ട് ഡോഗാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ സോസേജ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ തണുപ്പൊന്ന് കുറഞ്ഞ ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലാദ്യമേ തന്നെ നമുക്ക് കുറച്ച് വരകൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. അത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ വരകൾ മസ്റ്റായിട്ട് ഇടണേ. ഇപ്പോൾ പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് അതിലേക്ക് സോസേജ് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ അതിൽ തണുപ്പുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. എല്ലാ സൈഡും ഈ ഒരു പരുവത്തിലാവുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം അതിൻ്റെ ഓയിൽ പോകാനായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അത്ര ഹെൽത്തി ആയ ഫുഡൊന്നും അല്ല കേട്ടോ. എന്നാലും വല്ലപ്പോഴൊക്കെ ഒരു ജങ്ക് ഫുഡിനോട് ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹോട്ട് ഡോഗ് തന്നെ പല തരത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് 2-3 മോഡൽ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ സോസേജ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് നോർമലായിട്ടുള്ള സാധാരണ മയോണൈസ് ഇല്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് ഒഴിച്ചോളേ. ഇപ്പോൾ മസ്റ്റർഡ് സോസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ. അപ്പോൾ ഇത്ര മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി അടുത്ത മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രെഡ് അത് ടോസ്റ്റ് ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിലേക്ക് 2 സ്ലൈസ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സോസേജ് വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് വേണ്ടത്ര സോസുകൾ ഒഴിച്ച് എടുക്കാം. പിന്നെ വേറൊരു മെത്തേഡിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രെഡിന് മുകളിലേക്ക് നേരെ സോസേജ് വെക്കുകയാണ്. എന്നിട്ട് ആ സോസേജിന് മുകളിലേക്കാണ് നമ്മൾ സോസുകൾ ഒഴിക്കാൻ പോകുന്നത്. അത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള മയണൈസാണ് ഇത്തവണ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അതിപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഒഴിച്ചോളണേ. പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ മസ്റ്റർഡും ടൊമാറ്റോ കെച്ചപ്പും ഇത്രയും ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡിലേക്ക് നേരെ സോസേജ് വയ്ക്കുന്നു. അതിന് മുകളിലേക്ക് മയണൈസ്, മസ്റ്റർഡ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇത് ഒഴിച്ച ശേഷം അതിന് മുകളിൽ കുറച്ച് മോസറല്ല ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ആ ചീസ് നന്നായിട്ടൊന്ന് മെൽട്ടായി വരാനായിട്ട് ഒരു 20 സെക്കൻഡെങ്കിലും നമ്മൾ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മെത്തേഡ്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്